എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 81 ശ്ലോകം 8 മുതൽ 18 വരെ 11 ശ്ലോകങ്ങൾ. ഭഗവാൻ വിചാരിച്ചു ആ പതിവ്രതയായിട്ടുള്ള പത്നിയുടെ ഇഷ്ടമനുസരിച്ചിട്ട് മാത്രമാണ് അദ്ദേഹം ഇവിടെ വന്നത്, ധനം മോഹിച്ചിട്ടല്ല. അതുകൊണ്ട് എന്തായാലും ദേവന്മാർക്ക് കൂടി സാധിക്കാത്ത സമ്പത്ത് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കും എന്ന് വിചാരിക്കണം. എന്നിട്ട് ആവിൽപ്പൊതി തട്ടിപ്പറിച്ചങ്ങ് എടുക്കുകയാണ്. ഇത്തം വിചിന്യവസനാൽ ചീരബദ്ധാൽ ദ്വിജന്മന സ്വയം ജഘാര കിമിതം ഇതി പൃഥുകതണ്ടുലാൻ. ഇങ്ങനെ നിശ്ചയിച്ച ഭഗവാൻ, ഇതെന്താ ഒളിപ്പിച്ചു വെച്ചിരിക്കണേ സുധാമാവേ എന്ന് പറഞ്ഞു. അങ്ങോട്ട് തട്ടിപ്പറിച്ച് കീറി പൊളിഞ്ഞിട്ടേ ഇരിക്കണത് ആ വസ്ത്രം. അപ്പൊ എന്താ, അതൊന്ന് പോവാതിരിക്കാൻ വേണ്ടി മരവിരി കൊണ്ട് ഇങ്ങനെ പരിഞ്ഞു കെട്ടിയേക്ക. പാവും. അങ്ങനെയുള്ള ആ ഖണ്ഡത്തിൽ നിന്ന് അവില് ബലാത്കാരമായിട്ട് ഇങ്ങോട്ട് വലിച്ചങ്ങോട്ട് എടുത്തു. സുധാമാവ് അത് എടുക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ അമർത്തി പിടിക്കണ്ട്. പക്ഷെ ഭഗവാൻ അതിനെ വലിച്ചങ്ങോട്ട് എടുത്തു. എന്നിട്ടോ അങ്ങോട്ട് ഒരു പിടി അങ്ങോട്ട് കഴിച്ചു, ഭക്ഷിച്ചു, അമൃതേത്ത് ചെയ്തു ഭഗവാൻ. നന്വേതദുപനീതം മേ പരമപ്രീണനം സഖേ തർപ്പയന്ത്യംഗ മാം വിശ്വം ഏതേ പൃഥുകതണ്ടുല. ആഹാ, എന്തൊരു സ്വാദ പറയാ. സഖേ, ഇത് കൊണ്ടുവന്നിങ്ങനെ കയ്യില് പിടിച്ചോണ്ടിരിക്കായിരുന്നു അല്ലെ, എനിക്ക് തരാണ്ട്. കഷ്ടം തന്നെ എന്റെ സുധാമാവൻ, ഇതെനിക്ക് എത്ര ഇഷ്ടാ. സുധാമാവനത് അറിയില്ലേ? പൂജ്യനായിട്ടുള്ള സുധാമാവൻ, എന്നെയും എന്റെ കുക്ഷിയില് നിരന്തരം നിവസിക്കുന്ന അഖില ലോകത്തെയും പരിപൂർണമായി തൃപ്തിപ്പെടുത്താൻ ഈ അവിലിലെ ഓരോ മണിയും പര്യാപ്താണ്. അതറിയില്ലേ സുധാമാവിന്? ഇതി മുഷ്ടിം സകൃൽജഗ്ധ്വാ ദ്വിതീയാം ജഗ്ധുമാദദേ താവൽ ശ്രീജഗൃഹേ ഹസ്തം തൽപരാ പരമേഷ്ഠിന. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു പിടി അവിലങ്ങോട്ട് ഭക്ഷിച്ചു. രണ്ടാമതും ഭക്ഷിക്കാൻ തുടങ്ങിയപ്പോ ആ ലക്ഷ്മി ദേവിയായിട്ടുള്ള രുക്മിണി ദേവി വേഗം സർവേശ്വരന്റെ കയ്യിൽ കടന്നങ്ങോട്ട് പിടിച്ചു നിർത്തി. എന്താ കാരണം? ഭഗവാന്റെ വിയോഗ ദുഃഖം അനുഭവിക്കാൻ സാധിക്കില്ല. ഇപ്പൊ തന്നെ ലക്ഷ്മി ദേവി അനുഗ്രഹിച്ചു കഴിഞ്ഞു. എല്ലാ സമ്പത്തുകളും ലക്ഷ്മി കടാക്ഷം പോലെ സുധാമാവിന് നൽകി കഴിഞ്ഞു. എന്നിട്ട് പറയണു, ഏതാവതാലം വിശ്വാത്മൻ സർവസമ്പൽ സമൃദ്ധയേ അസ്മിൻ ലോകേ അഥവാ മുഷ്മിൻ പുംസ കാരണം. ഹേ സർവഭൂതാന്തര്യാമിയായുള്ളവനെ, അങ്ങയുടെ ഭക്തന് എത്രത്തോളം സമ്പത്തുണ്ടായാലും അങ്ങ് സന്തോഷിക്കുമോ? ഇഹലോകത്തിലും പരലോകത്തിലും പരമസുഖം സിദ്ധിക്കണമെങ്കിൽ എത്രത്തോളം സമ്പത്ത് ഉണ്ടാകണോ? അത്രയും സമ്പത്തിന്റെ സമൃദ്ധിക്ക് ഈ ഒരു പിടി അവില് ഭക്ഷിച്ചത് തന്നെ മതിയായിരിക്കണു. ഇപ്പൊ തന്നെ കിട്ടാവുന്നതിൽ അധികം സമ്പത്ത് ആ ഭക്തന് കിട്ടിക്കഴിഞ്ഞു ഭഗവാന് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ മുഷ്ടി ഭക്ഷിക്കാൻ സമ്മതിച്ചില്ല. ഇതും കൂടി അങ്ങ് ഭക്ഷിച്ചാൽ ഞാൻ അങ്ങയുടെ ഭക്തന് ദാസിയായിട്ട് ഇരിക്കേണ്ടി വരും. അതല്ല ഭഗവാനെ, ഭക്തന് ദാസിയാവണതല്ല എനിക്ക് വിഷമം. അപ്പൊ അങ്ങയുടെ വിയോഗ ദുഃഖം ഞാൻ അനുഭവിക്കണ്ടേ? അങ്ങേ പിരിഞ്ഞ് എനിക്ക് ജീവിക്കണ്ടേ? അതുകൊണ്ടാണ്. അതിനിടവരുത്തരുത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്യണത്. രുക്മിണി ദേവി പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ. അപ്പൊ ഭഗവാൻ ചിരിച്ചു. വേഗം രുക്മിണി ദേവി ആ അവിലും കൊണ്ട് പോയിട്ട് എല്ലാവർക്കും പ്രസാദം പോലെ കൊടുത്തു, ബാക്കിയുള്ള പത്നിമാർ. പിന്നെയോ ഭഗവാനും സുധാമാവും കൂടി ധാരാളം വർത്തമാനമൊക്കെ പറഞ്ഞ് ചുട്ടിച്ചിരിച്ച് രാത്രി അവിടെ തന്നെ കഴിച്ചു കൂട്ടാണ് സുധാമാവ്. ബ്രാഹ്മണസ്താം തുരജനീം ഉഷിത്വാ അച്യുതമന്ദിരേ ഉക്ത്വാ പീത്വാ സുഖം മേനെ ആത്മാനം സ്വർഗതം യഥാ. അങ്ങനെ ആ കുചേല ബ്രാഹ്മണന് നല്ല നാന്തരം സ്വർണ്ണ കട്ടിലില് മൃദുവായിട്ടുള്ള കിടക്കയൊക്കെ വിരിച്ചു കൊടുത്ത് ഭഗവാനും സുധാമാവിനെ അങ്ങോട്ട് കിടത്തി. സുധാമാവേ, ഇനി വിശ്രമിക്കൂ, എത്ര നടന്നു വന്നതാ അല്ലെ? സുഖമായിട്ടാണ് കിടന്ന് ഉറങ്ങിക്കോളൂ, ഞാൻ കാലും തിരുമ്മി തരാം, കാലിന് വേദന ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു ഭഗവാൻ അടുത്തിരുന്ന് സുധാമാവിന്റെ കാലിങ്ങനെ തലോടി കൊടുക്കുക. സുധാമാവിനിങ്ങനെ കണ്ണു നിറഞ്ഞിട്ട്
ഹൃദയം നിറഞ്ഞിട്ട് ഒന്നും മിണ്ടാൻ തന്നെ സാധിക്കണില്ല. താനിപ്പോഴും ഇങ്ങനെ സ്വർഗലോകത്തിലാണോ ഇരിക്കണത്? അങ്ങനെയാണ് സുധാമാവിന് തോന്നണത്. അത്ര സുഖം. ഭഗവാൻ ഇങ്ങനെ അടുത്തിരിക്കണു, കാല് തിരുമ്മി തരുന്നു. കേവല ആനന്ദത്തിൽ അങ്ങനെ മുഴുകി വേറെ ഒരു വിചാരവും ഇല്ലാതെ സുധാമാവ് ഇങ്ങനെ സുഖമായിട്ട് ഉറങ്ങിയപ്പോ ഭഗവാൻ അവിടെ നിന്ന് പോയി ഭഗവാന്റെ രുക്മിണീ ദേവിയുടെ ഗൃഹത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ രാവിലെ ഭൂതേ വിശ്വഭാവേന സ്വസുഖേനാഭിവന്ദിത ജഗാമസ്വാലയം താത പഥ്യനുവ്രജ്യനന്ദിത. ശ്രീ ശിവബ്രഹ്മർഷി പറയണു, ഹേ രാജൻ, പിറ്റേ ദിവസം നേരം പുലർന്നപ്പോ സകല ലോകത്തെയും തന്റെ സ്വരൂപമായ ഐശ്വര്യാദികളാൽ അഭിവൃദ്ധിപ്പെടുത്തുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ ബ്രാഹ്മണനെ അങ്ങോട്ട് വന്നു നമസ്കരിച്ചു. സുധാമാവേ സുപ്രഭാതം, എണീറ്റോ? കുളിയൊക്കെ കഴിഞ്ഞോ? അപ്പോഴേക്കും സുധാമാവേ നേരത്തെ എണീറ്റ് ആ കുളി ജപങ്ങളൊക്കെ കഴിഞ്ഞ് ഭഗവാൻ വരുന്നതാണ് കണ്ടപ്പോ ഭഗവാനെ അവിടെ നമസ്കരിക്കാൻ തുടങ്ങുമ്പോ സുധാമാവേ വരൂ വരൂ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചു. ആ വിനയ വാക്കുകൾ പറഞ്ഞു. സുഖായില്ലേ? രാത്രി ഉറക്കമൊക്കെ നന്നായിട്ട് ഉറങ്ങിയില്ലേ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ നല്ല വാക്കുകളൊക്കെ പറഞ്ഞു. സന്തോഷായിട്ടോ സുധാമാവ് എന്തായാലും എന്നെ കാണാൻ വന്നത് എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. പിന്നെയും ആലിംഗനം ചെയ്ത് രണ്ടുപേരും അങ്ങനെ ബ്രാഹ്മണൻ പരമസന്തുഷ്ടനായിട്ട് എന്റെ ഗൃഹത്തിലേക്ക് പുറപ്പെടുമ്പോഴാ തിരിച്ചു കുറെ ദൂരം നടക്കും. കഥകളിയിൽ കാണാറില്ലേ? തിരിച്ചു വരും, പിന്നെയും ഭഗവാൻ അങ്ങനെ ആലിംഗനം ചെയ്യും, പിന്നെയും പോവും. അങ്ങനെ പിന്നെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ, പത്നി അവിടെ കാത്തിരിക്കുക. അങ്ങനെ സുധാമാവ് പോയി. അപ്പോഴാണ് ആലോചിക്കണ സുധാമാവ് ഒന്നും ചോദിച്ചില്ല, ഭഗവാൻ ഒന്നും തന്നുമില്ല, എന്താ പറയല് പത്നിയോട്. അങ്ങനെ ഒരു വിചാരമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ധനത്തിനോടൊന്നും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് എങ്കിലും പത്നിയോട് എന്താ പറയാന്നുള്ള ഒരു വിചാരം അദ്ദേഹത്തിന് കിട്ടും. വിചാരിക്കണം, സജാലബ്ധ്വാധനം കൃഷ്ണ നതു യാചിതവാൻ സ്വയം സ്വഗൃഹാൻ വ്രീഡിതോ ഗച്ഛൻ ദർശന നിർവൃത. ആ ബ്രാഹ്മണൻ കൃഷ്ണനിൽ നിന്ന് ധനം സിദ്ധിക്കാത്തത് കൊണ്ട് ഒന്നും ചോദിച്ചതുമില്ല. എന്ന് മാത്രല്ല ധനത്തെ ഒന്ന് ആഗ്രഹിച്ചുവല്ലോ എന്ന് ഓർത്തിട്ട് തന്നെത്താൻ വളരെ ലജ്ജിച്ചു എന്നാ പറയണം. ആ പത്നി പറഞ്ഞതിനനുസരിച്ച് കുറച്ച് ധനം കിട്ടിയാൽ നന്നായിരുന്നു എന്നങ്ങനെ അത് വിചാരിച്ചു തന്നെ. അയ്യോ ഇത്ര ലജ്ജാകരാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ലജ്ജിച്ചു. മഹാത്മാവായിരുന്നു ഭഗവാനെ കണ്ടതിൽ ഇനി ഇതിനേക്കാളും വലിയൊരു ഭാഗ്യം എന്താണുള്ളത്? അതിനേക്കാളുള്ള ധനം വേറെ എന്താ വേണ്ടത് എന്ന് വിചാരിച്ചിട്ട് ആ ശ്രീകൃഷ്ണന്റെ കാഴ്ചയാൽ തന്നെ പരമസന്തോഷം അനുഭവിച്ചുകൊണ്ട് താൻ സ്വപ്നമാണോ കണ്ടതെന്ന് തന്നെ തോന്നുന്നുണ്ട് സുധാമാവൻ. അങ്ങനെ അത് തന്നെ സ്മരിച്ചുകൊണ്ട് യാത്ര ചെയ്യണം. അഹോ ബ്രഹ്മണ്യദേവസ്യ ദൃഷ്ടാ ബ്രഹ്മണ്യദാ മയാ യദ്ദരിദ്രതമോ ലക്ഷ്മീം ആശ്ലിഷ്ടോ വിഭ്രതോരസി. അഹോ വിചാരിക്കണം സുധാമാവ് ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ബ്രാഹ്മണ ഭക്തി ശരിക്കും ഞാൻ അനുഭവിച്ചു. എന്തൊരാശ്ചര്യം! ലക്ഷ്മി ദേവിയെ തന്റെ മാറിടത്തിൽ ധരിച്ചുകൊണ്ടിരിക്കുന്ന ആ ശ്രീപതി മഹാദരിദ്രനായ എന്നെ മാറില് ചേർത്ത് ആലിംഗനം ചെയ്തല്ലോ. എന്തൊരാശ്ചര്യാണ്! ക്വാഹം ദരിദ്ര പാപിയാൻ ക്വ കൃഷ്ണ ശ്രീനികേതന ബ്രഹ്മബന്ധുരിതി സ്മാകം ബാഹുഭ്യാം പരിരംഭിത. നിത്യവൃത്തി കഴിക്കാൻ പോലും മാർഗമില്ലാത്ത എന്റെ നിലയെവിടെ? സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ വാസനസ്ഥാനഭൂതനായ ആ ശ്രീകൃഷ്ണ ഭഗവാൻ എവിടെ? അങ്ങനെയുള്ള ആ മഹാപ്രഭുവായ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നെ ബ്രാഹ്മണൻ ആണെന്നുള്ള ഒരൊറ്റ ബഹുമാനത്തുകൊണ്ട് രണ്ട് കൈകൾ കൊണ്ട് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തില്ലേ. എന്തൊരാശ്ചര്യം! ഭഗവാന്റെ ആ ബ്രാഹ്മണ ഭക്തി ആശ്ചര്യം തന്നെയാണ്. ക്വാഹം ദരിദ്ര പാപിയാന്ന് പറഞ്ഞല്ലോ, അത് പാപമൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ലല്ലോ. ഒരു പാപിയാണെന്ന് അദ്ദേഹം തന്നെ പറയണം. അതും ഒരിക്കലും അദ്ദേഹം ഒരു പാപിയല്ലല്ലോ. അദ്ദേഹത്തിന്റെ ഭക്തി കൊണ്ട് അങ്ങനെ തോന്നിയെന്ന് മാത്രം. നിവാസിത പ്രിയാജുഷ്ടേ പര്യങ്കേ
ഭ്രാതരോ യഥാ മഹിഷ്യാ വീജിതശ്രാന്തോ ബാലവ്യജനഹസ്തയാ. തന്റെ ഭാര്യ ഇരിക്കുന്ന മഞ്ചത്തില്, അത് ആ ലക്ഷ്മി ദേവി ഇരിക്കുന്ന ആ മഞ്ചത്തില് സ്വന്തം ജ്യേഷ്ഠനെ എന്ന പോലെ എന്നെ കൊണ്ട് പിടിച്ചിരുത്തി വഴി നടന്ന് ക്ഷീണിച്ച എന്റെ ക്ഷീണം തീർക്കാൻ തന്റെ ഭാര്യയുടെ കയ്യില്, ആ മഹാലക്ഷ്മിയുടെ കയ്യില് വെഞ്ചാമരം കൊടുത്ത് വീശിപ്പിച്ചു. എന്തൊരു കരുണയാ ഭഗവാൻ, എന്തൊരു സ്നേഹ. ശുശ്രൂഷയാ പരമയാ പാദസംവാഹനാദിഭി പൂജിതോ ദേവദേവേന വിപ്രദേവേന ദേവവത്. ദേവന്മാരുടെയും ദേവനായിരിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാൻ ബ്രാഹ്മണനെ ദേവനായിട്ട് കരുതിയിരിക്കുക. അതുകൊണ്ടല്ലേ ഈശ്വരനെ എന്ന പോലെ എന്നെ പരമോത്കൃഷ്ടമായ ഉപചാരാദികൾ കൊണ്ട്, കാലുതലോടുക മുതലായിട്ടുള്ള ശുശ്രൂഷകൾ കൊണ്ടൊക്കെ ആദരിച്ചത്. ശരീരം മുഴുവൻ ചന്ദനാനുലേപനാദികൾ കൊണ്ട് പൂജിച്ചു. കാരുണ്യമൂർത്തിയായ ഭഗവാന്റെ സ്നേഹം എത്രയാ അനുഭവിച്ചത്. അത് മാത്രം ഇങ്ങനെ സ്മരിച്ചുകൊണ്ടാണ്, വിചാരിക്കുമ്പോ തന്നെ ആ ശരീര രോമാഞ്ചം കൊണ്ട് സുധാമാവിന്റെ അങ്ങനെ നടക്കുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.